ഒരു എക്സ് പോലീസ് ഓഫീസറാണ് കാൾ റീഡ്. ഒരു വലിയ പണക്കാരന്റെ സെക്യൂരിറ്റി ഗാർഡായിട്ട് അവനിപ്പോൾ ജോലി ചെയ്യാണ്. എന്നാൽ ഒരു ദിവസം ചതിയിലൂടെ കാൾ റീഡിന്റെ ബോസിനെ ചില ആളുകൾ കൊന്നുകളയാണ്. അപ്പൊ അവരോട് പ്രതികാരം വീട്ടാനായിട്ട് റീഡ് ഈ കൊലയാളികൾ രക്ഷപ്പെട്ടു പോകുന്ന കപ്പലിലേക്ക് കയറുകയാണ്. എന്നാൽ ആ കപ്പലിലെത്തിയപ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം അവൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ റീഡിന് രണ്ട് ലക്ഷ്യങ്ങളാണ്. ഒന്ന് പകരം വീട്ടണം, രണ്ടാമത് ആ കപ്പലിലെ ആ വലിയ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം. അപ്പൊ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. അർദ്ധരാത്രിയിൽ ഹൈവേയിലൂടെ വളരെ വേഗത്തിൽ ഒരു കാറ് പോവാണ്. എന്നാൽ അതേ നേരം തന്നെ മറ്റൊരു ഭാഗത്തു നിന്ന് ഒരു കാറ് വളരെ വേഗത്തിൽ വന്ന് ഈ കാറിനെ ഇടിച്ച് തെറിപ്പിച്ചിടുകയാണ്. ആ കാറ് മറിഞ്ഞു, അതിലുണ്ടായിരുന്ന ആളുകളൊക്കെ മരിക്കുകയാണ്. ഇപ്പൊ അവരെ കൊന്ന ഒരു കില്ലറെ കാണിക്കുന്നുണ്ട്, ഒരു നിഴൽ പോലെ. അത് മറ്റാരുമല്ല, ഈ സിനിമയുടെ ഹീറോ ആയിട്ടുള്ള കോൾ റീഡോ ആണ്. അവൻ എന്തിനാണ് ഇത് ചെയ്തേ എന്നറിയണമെങ്കിൽ കുറച്ച് പിന്നിലേക്ക് നമ്മളൊന്ന് പോകണം. ഇപ്പൊ വലിയൊരു ഓഫീസ് കാണിക്കുകയാണ്. റീഡ് അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ അപ്പം തന്നെ അറിയും. 4 കണ്ണാണ് അവന്. ഈ സമയത്താണ് ഒരു മൾട്ടി ബില്യൺ ആയിട്ടുള്ള ബിസിനസ്സുകാരനായിട്ടുള്ള കൊബാലോ താഴേക്ക് വരുന്നത്. അയാളുടെ കൂടെ തന്നെ അയാളുടെ മകനായിട്ടുള്ള ക്യാമറൂണും ഉണ്ട്. ഈ കൊബാലോയ്ക്ക് ഒരു ഇന്റർനാഷണൽ കാർഗോ ഷിപ്പിംഗ് കമ്പനി തന്നെ ഉണ്ട് കേട്ടോ. അതിന്റെ പേര് KMG എന്നാണ്. അത് അയാൾ വിൽക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ അയാൾക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ ഇപ്പൊ മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഇത് വിൽക്കുന്നത്. എന്തായാലും മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കൊബാലയും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ക്യാമറൂണും നേരെ വീട്ടിലേക്ക് പോവാണ്. അവരുടെ കൂടെ തന്നെ കാറിൽ റീഡും ഉണ്ട്. കാരണം അവരുടെ സെക്യൂരിറ്റി ഗാർഡാണ് റീഡ്. അങ്ങനെ കൊട്ടാരം പോലെയുള്ള അവരുടെ വീട്ടിലേക്ക് ഇവരെത്തുകയാണ്. മാത്രമല്ല അവിടെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട് കേട്ടോ. അതുപോലെ അവിടെയുള്ള മറ്റൊരാളെ കൂടെ കാണിക്കുന്നുണ്ട്. അതായത് ഈ വീട്ടിലെ സെക്യൂരിറ്റി പരമായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന റീഡിന്റെ തന്നെ സുഹൃത്തായിട്ടുള്ള ഫീഗോ. ഈ വീട്ടിൽ എന്ത് നടന്നാലും ഫീഗോ അറിയും കേട്ടോ. കാരണം എല്ലാ CCTV കൺട്രോൾ ചെയ്യുന്നത് അവനാണ്. അങ്ങനെ രാത്രിയായി. ഈ പണക്കാരനായിട്ടുള്ള ഗോപാലം ഉണ്ടല്ലേ, ഇയാളുടെ കൂടെ തന്നെ എപ്പോഴും നമ്മുടെ റീഡ് ഉണ്ടാവും. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഒരു സെക്യൂരിറ്റി ഗാർഡ് എന്നതിന് പുറമേ ആയിട്ട് അവനോടൊരു ഫ്രണ്ട്ഷിപ്പ് ഈ കൊബാലയ്ക്ക് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കൊബാലോ അച്ഛനെ കുറിച്ച് ചോദിക്കാൻ അവനോട്. അവന്റെ അച്ഛൻ ഒരു പോലീസുകാരനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല, മരണപ്പെട്ടു പോയി. മാത്രമല്ല അവന്റെ അച്ഛന്റെ പിറന്നാളാണ് നാളെ. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. റീഡ് അവനും ഒരു പോലീസുകാരനായിരുന്നു കേട്ടോ. ആ ജോലിയെല്ലാം വിട്ടിട്ടാണ് ഇവൻ ഈ സെക്യൂരിറ്റി ഗാർഡ് ജോലി ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സംസാരത്തിന് ശേഷം അവർ അവരുടേതായ റൂമിലേക്ക് പോകണം. മാത്രമല്ല 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പാർട്ടി ഈ വീട്ടിൽ വെച്ച് നടക്കുകയാണ്. അതായത് കൊബാലയുടെ ആ ഒരു ബിസിനസ് എല്ലാം വിറ്റല്ലോ, അതിനെ തുടർന്നുള്ള ഒരു പാർട്ടിയാണ്. ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കാൻ പോവാണ്. എന്നാൽ ഈ സമയത്ത് റീഡാണെങ്കിലും ഒരു ഭാഗത്ത് പോയിട്ട് അവന്റെ പണിയെടുക്കുന്നുണ്ട്. വരുന്ന ഓരോ ആൾക്കാരെയും അടിമുടി കണ്ണുകൊണ്ട് വാച്ച് ചെയ്യാണ്. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന ഒരാൾ അയാളുടെ ആ ഒരു നടത്തവും ഭാവവും പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ റീഡിന് എന്തോ ഒരു സംശയം. അതുകൊണ്ട് തന്നെ അവനെ കുറിച്ചൊന്ന് പഠിക്കാൻ വേണ്ടി ഫീഗോയോട് പറയണം. ഫീഗോ അയാളെ കുറിച്ചൊന്ന് പഠിക്കുന്നുണ്ട്. അയാളുടെ പേര് ഡാനിയൽ എന്നാണ്. വിചാരിക്കുന്നത് പോലെ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല, ഒരു ബിസിനസ്സുകാരൻ, അത്രേ ഉള്ളൂ. എന്തായാലും ഈ ഡാനിയലിനെ കുറിച്ചുള്ള ഡാറ്റാസ് ഒക്കെ കിട്ടിയെങ്കിലും ഇപ്പോഴും നമ്മുടെ റീഡിന് അവനെ കാണുമ്പോൾ ഒരു സംശയം. ആ രീതിയിലാണ് നോക്കുന്നതും. എന്നാൽ ഈ ഡാനിയൽ റീഡിങ്ങിനെ നോക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. അവന്റെ മുഖത്തും എന്തൊക്കെയോ ഒരു പരുങ്ങലുണ്ടായിരുന്നു. പക്ഷേ വലിയ മൈൻഡൊന്നും ആക്കാതെ അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് നിന്നും കബോല അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ക്യാമറൂണിനെ വിളിക്കുകയാണ്. എന്നിട്ട് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വാച്ച് അവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കൊബാല വിളിക്കുന്നത് നമ്മുടെ റീഡിനെയാണ്. റീഡേ ഒന്നിങ്ങോട്ടേക്ക് വന്നേ, നിനക്കുണ്ട് ഒരു ഗിഫ്റ്റ് എന്ന് പറയാണ്. നോക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വാച്ച് തന്നെയാണ് അവനും ഗിഫ്റ്റായിട്ട് ഈ കൊബാല കൊടുത്തിരിക്കുന്നത്. അതിലൊരു ഡേറ്റ് അയാൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ ഡേറ്റിലായിരുന്നു ആദ്യമായിട്ട് ഈ കൊബാലയെ റീഡ് രക്ഷപ്പെടുത്തിയത്. അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് അതിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നീട് പാർട്ടി എല്ലാം കഴിഞ്ഞു. കൊബാലോ ഇപ്പൊ റീഡിന്റെ കൂടെ നേരെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന സമയത്തെല്ലാം കൊബാലോ നല്ല വിഷമിച്ചിരിക്കുന്നത് റീഡ് കാണുന്നുണ്ട്. അപ്പൊ റീഡ് ചോദിക്കുകയാണ്, സാറിന് ഇത് വിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാ വെറുതെ ഈ കമ്പനി വിൽക്കുന്നത്? എന്തായാലും സാറ് റിട്ടയർഡ് ആകാൻ പോവാണെങ്കിൽ മകനെ ഈ കമ്പനി ഏൽപ്പിച്ചോടെ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ കൊബോലെ പറയുന്നത്, എന്റെ മകൻ ക്യാമറൂണിന് ഈ കമ്പനിയോട് വലിയ താല്പര്യമൊന്നുമില്ല. അവന്റെ ആഗ്രഹങ്ങളും ഇൻട്രസ്റ്റും വേറെയാണ്. സോ ഞാൻ എന്തിനാ അവന് ഫോഴ്സ് ചെയ്യുന്നത്? ഇപ്പൊ ഈ ഒരു കമ്പനി വിൽക്കുകയല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്ന് പറയണേ. ഇപ്പൊ റീഡ് പറയണ, സാർ വിഷമിക്കൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകട്ടെ എന്ന് പറയണേ. ഇതേ നേരം തന്നെ ഇവർ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഒരു ബ്ലോക്ക്, ഒരു ട്രക്കിന് എന്തോ ആക്സിഡന്റ് ആയിട്ട് ട്രാഫിക് ആയിരിക്കുകയാണ്. സോ പോലീസുകാരൊക്കെ വന്നിട്ട് അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വഴി പോകണ്ട, തിരിച്ചു പോകാം എന്ന് കരുതിയിട്ട് ഇപ്പോൾ റീഡ് റിവേഴ്സ് എടുക്കാൻ നോക്കിയപ്പോൾ ഒരു കാർ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പം തന്നെ റീഡിന് കാര്യം മനസ്സിലായി, ഇത് പണിയാണ്. വന്നിരിക്കുന്നത് കൊട്ടേഷൻ ടീമാണ്. അവർ ആയുധങ്ങളുമായിട്ട് ആ കാറിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതേസമയം തന്നെ മുന്നിലുണ്ടായിരുന്നത് പോലീസുകാരായിരുന്നില്ല, അതും ഗുണ്ടകളായിരുന്നു, വേഷം മാറി വന്നതാ. അവന്മാരുടെ കയ്യിലും ഗണ്ണുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ അപകടം മനസ്സിലായി റീഡ് ഇപ്പോൾ ഈ കബോളയുടെ അവിടെ താന്നിരിക്കാൻ വേണ്ടി പറയണം. ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയണം. പിന്നീട് അങ്ങോട്ടേക്ക് നമ്മുടെ റീഡിന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു കേട്ടോ. കാർ ഓടിക്കുന്ന
സമയത്ത് ഷൂട്ട് ചെയ്യുന്നതിലും അപാരമായ സ്കില്ലാണ്. ഒരു നല്ല കിടിലൻ ആക്ഷൻ സീൻ. എന്തായാലും ഇത് കഴിഞ്ഞപ്പോൾ ഗുണ്ടകളെല്ലാം പെട്ടെന്ന് സ്ഥലം കാലിയാക്കാണ്. അധിക നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അവർ പോയി കഴിഞ്ഞ് റീഡ് ഇപ്പോൾ കൊബാലയെ നോക്കുന്ന സമയത്ത് അയാളുടെ ദേഹത്ത് ഒരു ബുള്ളറ്റ് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഈ കൊബാല ഉണ്ടല്ലോ, അയാൾക്ക് തന്നെ മനസ്സിലായി അയാൾ മരിക്കാൻ വേണ്ടി പോവാന്ന്. ഈ സമയത്ത് നമ്മുടെ റീഡിന്റെ കൈ പിടിച്ച് കൊബാല ഒരു കാര്യം പറയുന്നുണ്ട്, നീ പരമാവധി ശ്രമിച്ചു എന്ന് എനിക്കറിയാം. ഇത്രയും കാലം ഞാൻ ജീവിച്ചിരിക്കാൻ കാരണം തന്നെ നീയാണ്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ടാ. പക്ഷേ ഇനിയൊരു കാര്യം ഞാൻ നിന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്. എന്റെ മകന്റെ ജീവൻ അതും ആപത്തിലാണ്. ഇനി അവനെ നോക്കാൻ നീ മാത്രമേ ഉള്ളൂ. അവനൊന്നും പറ്റില്ല എന്ന് നീ എനിക്ക് വാക്ക് തരണമെന്ന് പറയണം. അങ്ങനെ ആ ഒരു വാക്ക് ഇപ്പൊ നമ്മുടെ റീഡ് കൊടുക്കാൻ നിൽക്കുമ്പോഴേക്കും കൊബാല മരണപ്പെട്ടു പോവാണ്. അയാളെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ റീഡിന് കഴിഞ്ഞില്ല. റീഡും അവന്റെ മുതലാളി അല്ലെങ്കിൽ ബോസ് എന്നതിലുപരി നല്ലൊരു സുഹൃത്തു കൂടിയായിരുന്നു ഈ കൊബാല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആരാണോ കൊന്ന ആളെ കണ്ടുപിടിക്കാതെ പോകില്ല എന്നൊരു വാശിയിലാണ് റീഡ് ഇപ്പോൾ. റീഡ് അപ്പൊ തന്നെ വിളിക്കുന്നത് ടെക്നിക്കൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫിഗോയാണ്. പിന്നീട് കാര്യങ്ങൾ പറയണം, അതായത് കൊബാലയെ അവർ കൊന്നുകളഞ്ഞു, എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ തന്നെ ക്യാമറൂൺ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ കുറച്ചു നേരം മുന്നേ അവൻ എത്തിയിട്ടുണ്ട്, അവനൊരു കുഴപ്പമില്ല. ഈ സമയത്ത് തന്നെ ഇപ്പൊ വന്ന ഗുണ്ടകളുടെ കാർ ഉണ്ടല്ലോ, അത് നമ്മുടെ റീഡ് പരിശോധിക്കുമ്പോൾ അതിൽ ഒരാളുടെ പാസ്പോർട്ട് റീഡിന് കിട്ടുന്നുണ്ട്. എന്നാൽ ആ പാസ്പോർട്ടിലെ ഡീറ്റെയിൽ കണ്ടിട്ട് റീഡ് ഞെട്ടിപ്പോവാണ്. അതൊരു അമേരിക്കൻ പാസ്പോർട്ടാണ്. മാത്രമല്ല ഈ സംഭവമൊക്കെ നടക്കുന്നത് ഹോങ്കോങ്ങിലാണ്. മാത്രമല്ല ഈ പാസ്പോർട്ടിൽ മറ്റു ചില ഡീറ്റെയിൽസ് കൂടെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ കൊല്ലാൻ വന്ന ആൾക്കാരുണ്ടല്ലോ, അതിൽ ഒരാൾ ജോലി ചെയ്യുന്നത് ഇതേ കൊബാലയുടെ ഉടമസ്ഥതയിലുള്ള KMG ഉണ്ടല്ലോ, ആ KMG കമ്പനിയുടെ കീഴിലുള്ള ആർട്ടിമിസ് എന്ന ഷിപ്പിലാണ് ഈ വന്നയാൾ ജോലി ചെയ്യുന്നത്. ആ വന്നയാളുടെ ഡീറ്റെയിൽ മുഴുവനും ഇപ്പൊ ഫിഗോയ്ക്ക് റീഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഡീറ്റെയിൽസ് മുഴുവൻ പരിശോധിച്ചപ്പോൾ ആർട്ടിമിസ് എന്ന് പറഞ്ഞ ആ ഒരു കപ്പലുണ്ടല്ലോ, അത് അധികം വൈകാതെ മാക്സിമം 3 മണിക്കൂർ, ആ 3 മണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടുന്ന് പുറപ്പെടുന്നു പറയണം. അപ്പൊ തന്നെ റീഡിന് ഒരു കാര്യം മനസ്സിലായി, ഇത് വ്യക്തമായ പ്ലാനോട് കൂടിയിട്ടുള്ള പണിയാണ്. എന്തായാലും ഇതിനുശേഷം റീഡ് നേരെ പോകുന്നത് ആ ഷിപ്പിലേക്കാണ്, അതായത് ആർട്ടിമിസ് എന്ന ഷിപ്പിലേക്ക്. ഇതേ സമയം തന്നെ നേരത്തെ ആ ഒരു പാർട്ടിയിൽ വെച്ച് റീഡ് സംശയത്തോട് കൂടിയിട്ട് ഒരാളെ നോക്കിയില്ലേ, ഡാനിയൽ. ഈ ഡാനിയലിനെ കാണിക്കണം. അയാളുടെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. എന്നിട്ട് മറ്റൊരു കാര്യം സംസാരിക്കുകയാണ്, ബോസെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നടന്നു. അതായത് കൊബാലോ കൊല്ലപ്പെട്ടു, പക്ഷെ അയാളുടെ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടല്ലോ റീഡ്, അവൻ രക്ഷപ്പെട്ടു. അപ്പൊ തന്നെ ഡാനിയൽ പറയുന്നുണ്ട്, അവൻ രക്ഷപ്പെട്ടല്ലേ, ഒരു കാര്യം ചെയ്യേ, അവനെതിരെ ഈ കേസ് തിരികെ. കൊബാലയെ കൊന്നത് നമ്മളല്ല, അവനാണ്. ആ രീതിയിൽ റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്തേക്ക്. ഇതിനുശേഷം പിന്നീട് TV ചാനലിൽ മുഴുവനും ഈ വാർത്തയാണ് വരുന്നത്. അതായത് കൊബാലോ എന്ന വലിയൊരു ബിസിനസ്സുകാരനെ അയാളുടെ സെക്യൂരിറ്റി ഗാർഡ് തന്നെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. റീഡിനെ ഇപ്പൊ പോലീസുകാർ എവിടെ വെച്ച് കണ്ടാലും പിടിക്കും, അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നുകളയും. ഈ കാര്യങ്ങളെല്ലാം വാർത്തയിലൂടെ മറ്റൊരാൾ കാണുന്നുണ്ടായിരുന്നു, ഈ കഥയുടെ ഹീറോയിൻ ആയിട്ടുള്ള ആഞ്ചലി. അവളും വർക്ക് ചെയ്യുന്നത് ഒരു വലിയ കാർഗോ കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. പല ഷിപ്പിലും അവൾക്ക് പല സമയത്തും വർക്കുകൾ ഉണ്ടാവും. ഇപ്പൊ തന്നെ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നിരുന്നതേ ഉള്ളൂ. മകളുടെ അടുത്തേക്ക് ഒന്ന് പോകാനും പ്ലാൻ ഉണ്ട്. എന്നാൽ ആ സമയത്താണ് അവളുടെ ബോസ് വിളിച്ചിട്ട് മറ്റൊരു ജോലി കൊടുക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ആ ഷിപ്പിലേക്ക് നീ പോകണമെന്ന് പറയണം. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ തന്നെ ആഞ്ചലിക്ക് ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നുകയാണ്. ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, അപ്പോഴേക്കും അടുത്ത ഡ്യൂട്ടി. അങ്ങനെ യാതൊരു താല്പര്യമില്ലാതെ അവൾ അടുത്ത ഷിപ്പിലേക്ക് ജോലിക്ക് വേണ്ടി പോവാണ്. ഏത് ഷിപ്പിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായോ? നമ്മുടെ റീഡ് പോകുന്ന KMG കമ്പനിയുടെ കീഴിലുള്ള അതേ ആർട്ടിമിസ് ഷിപ്പിലേക്ക് തന്നെ. ഇതിനുശേഷം കൊബാലോ ഉണ്ടല്ലോ, അയാളുടെ മകനായിട്ടുള്ള ക്യാമറൂണ് കാണിക്കുകയാണ്. അച്ഛൻ മരിച്ചതിൽ അവൻ ഭയങ്കര വിഷമത്തിലാണ്. മാത്രമല്ല അങ്ങോട്ടേക്ക് പോലീസുകാർ വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. ഇതേ സമയത്താണ് ക്യാമറൂണിന്റെ ഫോണിലേക്ക് ഒരാൾ വിളിക്കുന്നത്. പെട്ടെന്ന് തന്നെ പോലീസുകാരുടെ അടുത്ത് നിന്നും ക്യാമറൂൺ മാറിപ്പോവാണ്. വിളിച്ചത് മറ്റാരുമല്ല, റീഡാണ്. ഫോൺ എടുത്തപാടിന് ക്യാമറൂൺ, റീഡെ നീ ഇത് എവിടെയാണ്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ റീഡ് പറയണ, എടാ അച്ഛനെ രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല, പക്ഷെ ഒരുത്തനെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, അവന്മാരെയൊക്കെ ഞാൻ തേടി പിടിച്ച് കൊല്ലും. അതുപോലെ നിന്റെ ജീവന് പാപത്തിലാണ്, വളരെ സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കണ്ടെന്ന് പറയണം. ഇതിനുശേഷം റീഡിന് കിട്ടിയ ആ ഒരു പാസ്പോർട്ട് ഉണ്ടല്ലോ, അതിലെ ആ ആൾ ഏകദേശം റീഡിനെ കാണാൻ ഒരുപോലെയാണ്, രണ്ടുപേരും മൊട്ടയാണ്. അതുകൊണ്ട് തന്നെ ആ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് കപ്പലിലേക്ക് കയറാൻ പറ്റി. പക്ഷേ ഈ കപ്പലിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇവനെ കാണാൻ പറ്റുമല്ലോ, ഇവൻ ഈ കപ്പലിൽ ജോലി ചെയ്യുന്ന ആളല്ലാന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തൽക്കാലം റീഡ് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാന്ന് തീരുമാനിക്കുകയാണ്. അതിനുശേഷം ഒരു മുറി കണ്ടെത്തി തൽക്കാലം അവിടെ ഒളിച്ചിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഈ ഷിപ്പിലേക്ക് നമ്മൾ നേരത്തെ കണ്ട ആ ലേഡിയും വന്നിട്ടുണ്ട്, അഞ്ജലി. അവൾ പിന്നീട് നേരെ പോകുന്നത് ക്യാപ്റ്റൻ്റെ അടുത്തേക്കാണ്. ക്യാപ്റ്റനും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്യാപ്റ്റൻ്റെ കൂടെ അസിസ്റ്റന്റ് ക്യാപ്റ്റനും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കഴിഞ്ഞാൽ 3ാമത്തെ പൊസിഷനിലേക്കാണ് അഞ്ജലി വന്നിരിക്കുന്നത്. എന്നാൽ ക്യാപ്റ്റന് ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നിന്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല, വെറുതെ ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു. എന്നാൽ അഞ്ജലി പറയുന്നത്, എനിക്ക് മുകളിൽ നിന്നും കിട്ടിയ ഓർഡറാണ്, സോ എൻ്റെ ഡ്യൂട്ടി എനിക്ക് എടുത്തേ മതിയാവുള്ളൂ. നീ എന്താന്ന് വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞിട്ട് ക്യാപ്റ്റൻ അവിടുന്ന് പോവാണ്. എന്നാൽ അഞ്ജലി ഒന്ന് നോക്കാനായിട്ട് അസിസ്റ്റന്റ് ക്യാപ്റ്റനെ ഒന്ന് ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം അഞ്ജലി നേരെ അവളുടെ റൂമിലേക്ക് പോയിട്ട് ഒന്ന് ഫ്രഷ് ആവുകയാണ്. അവളുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നീട് ഷിപ്പിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു
ടോർച്ചുമായിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങണം. കറക്റ്റ് ഈ സമയത്ത് തന്നെയായിരുന്നു റീഡും ഒളിച്ചിരുന്ന റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. റീഡ് ഇപ്പോൾ ഒരു ടോർച്ചുമായിട്ട് വരുന്ന അഞ്ജലിയെ കാണുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ നേരെ താഴേക്ക് ഇറങ്ങി പോയിട്ട് ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിലൂടെ ഇപ്പോൾ ഈ അഞ്ജലി കടന്നു പോകുന്നുണ്ട്. എന്തായാലും റീഡിനെ അവൾ കണ്ടിട്ടില്ല. എന്നാൽ ഈ സമയത്താണ് റീഡ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് ആരോ ഒരു പെൺകുട്ടി കരയുന്നത് പോലെ ഒരു ശബ്ദം ഒരു റൂമിൽ നിന്നാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ പതിയെ അവൻ അങ്ങോട്ടേക്ക് ചെന്ന് ആ വാതിൽ തുറക്കുകയാണ്. ഇതേ നേരം തന്നെ ആ വാതിൽ തുറന്ന ശബ്ദം അഞ്ജലി കേട്ടു. അവളും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരികയാണ്. ഇതേ സമയം തന്നെ താഴേക്ക് ഇറങ്ങിയ റീഡ് ആ ശബ്ദം കേട്ടത് ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിലാണ്. വീണ്ടും ശ്രദ്ധിച്ചപ്പോൾ ചില പെൺകുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ആ കണ്ടെയ്നറിന്റെ പൂട്ട് അവൻ അടിച്ചു പൊളിക്കുകയാണ്. പിന്നെ തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഒരുപാട് കുട്ടികൾ, അതും പെൺകുട്ടികൾ. ഏകദേശം ഒരു 10-30 പേരുണ്ടാവും കേട്ടോ. ഇവരെ മുഴുവനും മറ്റേതോ രാജ്യത്തിലേക്ക് കടത്തുകയാണ്. അതായത് ഒരു പക്കാ മനുഷ്യക്കടത്ത്. ഇത് കണ്ട് റീഡ് ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവനെ കണ്ട് ആ ഒരു പെൺകുട്ടികളും പേടിക്കണം. അപ്പൊ തന്നെ റീഡ് പറയുന്നുണ്ട്, പേടിക്കേണ്ട മക്കളെ, ഞാൻ ഒന്നും ചെയ്യില്ല. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പും ദാഹമുണ്ട്. അധികം വൈകാതെ ഞാൻ തിരിച്ചു വരും. നിങ്ങൾക്കുള്ള ഭക്ഷണവും വെള്ളവും ഞാൻ കൊണ്ടുവരുമെന്ന് പറയണം. പിന്നെ പതിയെ റീഡ് അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ ആ സമയത്താണ് അങ്ങോട്ടേക്ക് ശബ്ദം കേട്ട് ആഞ്ചലി വരുന്നത്. എന്നാൽ റീഡ് വിചാരിക്കുന്നത് ആഞ്ചലിയും ഈ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. അതായത് ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ അവളുടെ മുന്നിൽ ചെന്ന് ചാടാതെ റീഡ് അവിടെ വിളിച്ചു നിൽക്കുകയാണ്. എന്നാൽ അതേ സമയം തന്നെ അങ്ങോട്ടേക്ക് വന്ന ആഞ്ചലിയും ഈ ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോവാണ്. അതായത് ഒരുപാട് പെൺകുട്ടികൾ അവരെല്ലാം പേടിച്ച് നിൽക്കുകയാണ്. അപ്പൊ അവരെ കണ്ട് അഞ്ജലി ചോദിക്കാൻ, നിങ്ങളൊക്കെ ആരാണ്, എങ്ങനെയാണ് ഇവിടെ വന്നത്? പിന്നീട് അഞ്ജലിക്ക് കാര്യം മനസ്സിലായി. അവൾ പറയാണ്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താം. ഈ സമയത്ത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു ലേഡി ചോദിക്കുകയാണ്. ഇതേ കാര്യം പറഞ്ഞ് കുറച്ചു നേരം മുന്നേ ഒരാൾ ഇവിടെ വന്ന് പോയായിരുന്നു. ഈ സമയത്ത് അഞ്ജലി വിചാരിക്കുകയാണ്, അതാരായിരിക്കും? പെട്ടെന്ന് അങ്ങോട്ടേക്ക് കപ്പലിലുണ്ടായിരുന്ന ബാക്കിയുള്ള തൊഴിലാളികൾ വരുന്നുണ്ട്. വേഗം തന്നെ അവരോട് ഈ ഒരു പെൺകുട്ടികളെ രക്ഷപ്പെടുത്ത്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അഞ്ജലി നേരെ പോകുന്നത് ക്യാപ്റ്റന്റെ അടുത്തേക്കാണ്. ക്യാപ്റ്റനോട് ഈ ഒരു വിവരം അഞ്ജലി പറയുന്നുണ്ട്. എന്നാൽ ക്യാപ്റ്റൻ വളരെ നിസാരമായിട്ട്, ആഹാ അങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ടല്ലേ, എന്നാ പിന്നൊന്നും അറിയണമല്ലോ. അപ്പൊ തന്നെ ക്യാപ്റ്റൻ അയാളുടെ ആളുകൾ വിളിക്കുന്നുണ്ട്. എടാ താഴ്ന്നു പോയി നോക്കിയേ, അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നാ പറയുന്നത്. എന്നാൽ ക്യാപ്റ്റന്റെ ഈ പെരുമാറ്റം, സംസാര ശൈലി, ഇതെല്ലാം കണ്ടപ്പോൾ അഞ്ജലിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇയാൾക്കും ഇതിൽ എന്തോ ഒരു പങ്കുണ്ട്. കാരണം ഇത്രയും വലിയൊരു ഷിപ്പ്, ഇതിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഇയാൾ അറിയാതെ ഇവിടെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് നൈസായിട്ട് അഞ്ജലി അവിടുന്ന് മാറുകയാണ്. നേരെ പോകുന്നത് ക്യാപ്റ്റന്റെ അസിസ്റ്റന്റിന്റെ അടുത്തേക്കാണ്. ഇതേ നേരം തന്നെ താഴെയാണെങ്കിൽ ക്യാപ്റ്റന്റെ ആൾക്കാർ വന്നിട്ട് ആ പെൺകുട്ടികളെ മുഴുവനും വീണ്ടും ആ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിലേക്ക് തള്ളി കയറ്റാണ്. അതും ഗൺ പോയിന്റിൽ നിർത്തി അവരെ പേടിപ്പിച്ചുകൊണ്ട്. ഇതവിടെ ഒളിച്ചിരുന്ന ആര് കാണുന്നുണ്ട്? റീഡ് കാണുന്നുണ്ട്. അവൻ അത് കണ്ട് നോക്കി നിൽക്കാൻ പറ്റുമോ? ഇച്ചിരി ചോരത്തിളപ്പുള്ള കൂട്ടത്തിലാണ്. ഇമാതിരി അനീതി കാണുമ്പോൾ അത് നോക്കി നിൽക്കാൻ അവനെ കൊണ്ട് പറ്റില്ല. അതിനൊരു കാരണമുണ്ട്. അതെന്താന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഗണ്ണുമായിട്ട് അവിടെ നിന്ന് ഓരോരുത്തരുണ്ടല്ലോ, എല്ലാത്തിന്റെ അടുത്തേക്കും റീഡ് പാഞ്ഞു ചെല്ലുകയാണ്. ഇടിയെന്ന് പറഞ്ഞാൽ നല്ല കിൻഡലിടി എല്ലാത്തിനും ഇട്ട് കുട്ടുകയാണ്. പെട്ടെന്നുണ്ടായ ആ ഒരു മിന്നലാക്രമണത്തിൽ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇവരൊക്കെ ആകൊന്ന് വിറച്ചു പോവാണ്. തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതേ സമയം തന്നെ അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ഉണ്ടല്ലോ, അയാളുടെ അടുത്തേക്ക് ചെന്ന ഏഞ്ചൽ കാര്യങ്ങൾ മുഴുവൻ അയാളോട് പറഞ്ഞപ്പോൾ അയാളും ക്യാപ്റ്റന്റെ ആള് തന്നെയായിരുന്നു. ക്യാപ്റ്റൻ ഓൾറെഡി അയാൾക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അഞ്ജലി അങ്ങോട്ടേക്ക് വരും, അവളെ എത്രയും പെട്ടെന്ന് പൂട്ടണമെന്ന്. സോ അസിസ്റ്റന്റ് ക്യാപ്റ്റൻ എന്താ ചെയ്യുന്നത്? അഞ്ജലിയെ പെട്ടെന്ന് തന്നെ പിടിച്ച് കെട്ടാൻ നോക്കുകയാണ്. എന്നാൽ കാര്യം മനസ്സിലായ അഞ്ജലിക്ക് നന്നായിട്ട് ദേഷ്യം വരികയാണ്. അവൻ പിടിച്ച് കിട്ടുന്നതിന് മുന്നേ തന്നെ അവളുടെ കയ്യിലൊരു ടോർച്ച് ഉണ്ടായിരുന്നു. അത് വെച്ച് അവനിട്ട് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. അവൻ അവിടെ തന്നെ വീണു പോവാണ്. പിന്നീട് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് നേവിയെ വിളിക്കുകയാണ്, അവരോട് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. എന്നാൽ അപ്പോഴേക്കും ക്യാപ്റ്റൻ അങ്ങോട്ടേക്ക് വരികയാണ്. ക്യാപ്റ്റനോട് എന്തായാലും ഈ അസിസ്റ്റന്റ് ക്യാപ്റ്റനോട് മുട്ടി നിന്നതുപോലെ മുട്ടി നിൽക്കാൻ പറ്റില്ല. അയാൾ കരുത്തനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ നേവിക്ക് ഫോൺ കണക്ട് ആയെങ്കിലും അങ്ങോട്ടേക്ക് സംസാരിക്കാൻ അവളെ കൊണ്ട് പറ്റില്ല. അവൾ വേഗം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയ ക്യാപ്റ്റൻ അവളെ വെടിവെച്ചിടുകയാണ്. വെടി കൊണ്ടത് അവളുടെ ഷോൾഡറിലായിരുന്നു. അതുകൊണ്ട് തന്നെ സാരമായ പരിക്കുകളോട് കൂടിയിട്ട് അവൾ താഴേക്ക് വീഴുന്നുണ്ട്. ഇതേ സമയം തന്നെ താഴെ നിന്നും ഓരോ കണ്ടെയ്നറിന്റെ ഉള്ളിലും പൂട്ടിയിട്ട് ആൾക്കാരെ രക്ഷപ്പെടുത്തിയ റീഡ് നേരെ മുകളിലേക്ക് വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉണ്ട്. അതായത് രണ്ട് രീതിയിലാണ് ഇവർ ഉപയോഗിക്കുക. ചെറിയ ചെറിയ പെൺകുട്ടികളുണ്ടല്ലോ, അവരെയൊക്കെ സെക്സ് റാക്കറ്റുകൾക്ക് വിൽക്കും. അതുപോലെ തന്നെ വലിയ ആൾക്കാരെ അവരുടെ ശരീരം കയറി അവരുടെ ഓർഗൻസ് എല്ലാം മുറിച്ചെടുക്കും. ഇവരുടെ ഒരു മെയിൻ പരിപാടിയാണിത്. എന്തായാലും റീഡ് അവരെ രക്ഷപ്പെടുത്തി സേഫായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇവരെല്ലാം രക്ഷപ്പെടുത്താൻ നോക്കിയ ആഞ്ചലി ഉണ്ടല്ലോ, അവൾ ആ കാര്യം പറയാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. സോ അവൾ എന്തായാലും പെട്ടിട്ടുണ്ടാവും. അവളെ രക്ഷപ്പെടുത്തണമെന്ന് ഇപ്പൊ റീഡിന് മനസ്സിലായി. സോ റീഡ് തൽക്കാലം അവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഈ ആഞ്ചലിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകണം. മാത്രമല്ല നേരത്തെ ആഞ്ചലി നേവിയെ കോൺടാക്ട് ചെയ്തായിരുന്നല്ലോ, എന്നാൽ അവൾക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷെ അവർക്കൊരു കോള് റിസീവ് ആയി. അതുകൊണ്ട് എന്തായാലും ആ ഒരു കോളിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ. ആ കപ്പലിലെ ക്യാപ്റ്റൻ, അതായത് നേവിയുടെ ക്യാപ്റ്റൻ പറയാണ് ഏത് കപ്പലിൽ നിന്നാണ് എവിടെ നിന്നാണ് ആ ഒരു സിഗ്നൽ വന്നത് അത് പരിശോധിക്കാൻ പറയാണ്.
പറയാണ്. എന്നാൽ ക്യാപ്റ്റന്റെ കൂടെയുള്ളവർ പറയുന്നത് ക്യാപ്റ്റൻ ഇത് അത്ര കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ, ചിലപ്പോൾ അറിയാതെ വന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കില്ല അവർ പെട്ടെന്ന് കട്ട് ചെയ്തത്. എന്നാൽ ക്യാപ്റ്റന് അതങ്ങോട്ട് വിട്ട് കളയാൻ തോന്നില്ല. അല്ല ഇതിന്റെ പിന്നിൽ എനിക്കെന്തോ തോന്നുന്നുണ്ട്, എന്തോ ഒരു അപകടം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്തായാലും ട്രേസ് ചെയ്യ്, എന്നിട്ട് ആ കപ്പലിലേക്ക് ഒന്നുകൂടി വിളിക്കുന്നു പറയണം. അങ്ങനെ നേവിയുടെ ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ തന്നെ ഇവർ ചെയ്യുന്നുണ്ട്. നേരെ നമ്മുടെ റീഡിലുള്ള ആ ഒരു കപ്പലുണ്ടല്ലോ ആർട്ടിമീസ്, അതിലേക്ക് വിളിക്കുകയാണ്. കോൾ അറ്റൻഡ് ചെയ്യുന്നത് മറ്റാരുമല്ല ക്യാപ്റ്റനാണ്. ക്യാപ്റ്റനോട് അവിടെ ഉണ്ടായിരുന്ന ഒരു നേവി ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ്, അല്ല കുറച്ചു നേരം മുന്നേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ചായിരുന്നു, എന്താണ് കാരണം, പിന്നെ എന്തിനാ നിങ്ങൾ കോൾ കട്ട് ചെയ്തത്? ഈ സമയത്ത് ക്യാപ്റ്റൻ പറയണു, സാറേ അത് ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഞങ്ങളുടെ കൂട്ടത്തിലേ കുറച്ച് പേടിയുള്ള ഒരുത്തനുണ്ട്. ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു ചെറിയ ബോട്ടിൽ കുറച്ച് ആളുകൾ വരുന്നത് കണ്ടു. അവൻ വിചാരിച്ചു കടൽ കൊള്ളക്കാരുമായിരിക്കുമെന്ന്, അതുകൊണ്ടാണ് അവൻ വേഗം കോള് വിളിച്ചത്. പക്ഷേ അത് കടൽ കൊള്ളക്കാരൊന്നും ആയിരുന്നില്ല, മീൻ പിടിക്കാൻ വന്നവരാണ്. അവനൊരു അബദ്ധം പറ്റിപ്പോയതാ, വേറെ പ്രശ്നമൊന്നുമില്ല സാറേ, ഞാൻ ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ ഫോൺ വെക്കാൻ നിൽക്കുമ്പോൾ നേവിയുടെ ക്യാപ്റ്റൻ ഫോൺ മേടിച്ചിട്ട് പറയണം, അല്ലടാ നീ ആരോടാ ഈ സംസാരിക്കുന്നത്, ആരോടാ നുണ പറയാൻ നോക്കുന്നത്? നിങ്ങൾ ഇപ്പം നിൽക്കുന്ന കടലിന്റെ ആ ഭാഗത്തേക്ക് മീൻ പിടിക്കാൻ വരാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്, അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. സോ ഒരു കാരണവശാലും മീൻ പിടിക്കാൻ മുക്കവുമാർ ആ ഭാഗത്തേക്ക് വരാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ വേറെ എന്തോ കാര്യമുണ്ട്, മര്യാദക്ക് പറയുന്നു പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ പറയുന്നത്, സാറേ ഒരു പ്രശ്നവുമില്ല, ഇത് എന്റെ കപ്പലാണ്, ഇവിടെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കില്ലേ, അതുകൊണ്ട് ഇവിടെ യാതൊരു കുഴപ്പമില്ല, നിങ്ങൾ എന്തായാലും ഫോൺ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. എന്നാൽ നേവിയുടെ ക്യാപ്റ്റനാണെങ്കിൽ നല്ല സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ പറയണ ഒരു കാര്യം ചെയ്യും, ആ കപ്പൽ ഏതാണെന്ന് ട്രേസ് ചെയ്ത് അതിൽ ക്യാപ്റ്റൻ ആരാണെന്ന് മനസ്സിലാക്കി അയാളുടെ ഹിസ്റ്ററി ഒന്ന് എടുക്കുന്ന പറയണം. ഇതേ സമയം തന്നെ ആർട്ടിമിസ് ആ കപ്പലിൽ കാണിക്കുകയാണ്. വെടികൊണ്ട് അഞ്ജലിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തൂല. ആ സമയത്താണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് റീഡ് വരുന്നത്. റീഡ് വന്ന പാട് തന്നെ അവളുടെ വായ പൊത്തി ഒരു സ്ഥലത്തേക്ക് വലിച്ചു കൊണ്ടുപോകണം, അവരെ രക്ഷിക്കാനാണ്. എന്നാൽ പെട്ടെന്ന് റീഡ് ഇങ്ങനെ ചെയ്തപ്പോൾ അവളൊന്ന് പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് എഞ്ചിൻ റൂമിന്റെ അങ്ങോട്ടേക്ക് അവളെ കൊണ്ടുപോയിട്ട് അവളോട് കാര്യങ്ങൾ പറയാണ്, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല, ആ കുട്ടികളെ കണ്ടത് ആദ്യം ഞാനാണ് ആ കണ്ടെയ്നർ തുറന്നത്. ആ സമയത്ത് ഏഞ്ചലിന് മനസ്സിലായി, അതായത് ആ കണ്ടെയ്നറിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി പറഞ്ഞല്ലോ, അവൾ വരുന്നതിന് മുന്നേ മറ്റൊരാൾ വന്നിട്ട് അവരെ രക്ഷിക്കാന്ന് പറഞ്ഞത് ആ ആൾ ഇത് തന്നെയാണെന്ന് ഏഞ്ചലിക്ക് മനസ്സിലായി. എന്നാൽ ആ സമയത്താണ് ഇവർ കുറച്ച് വെടിവെച്ചുകൾ കേൾക്കുന്നത്. അതായത് റീഡ് രക്ഷപ്പെടുത്തിയ ആൾക്കാർ വീണ്ടും ക്യാപ്റ്റന്റെ ആളുകളുടെ കയ്യിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ അവരെ രക്ഷപ്പെടുത്തേണ്ടതെന്ന് അഞ്ജലി ചോദിച്ചപ്പോൾ റീഡ് പറയാണ്, പേടിക്കൊന്നും വേണ്ട, എന്തായാലും അവരെ ആരും ഇവർ കൊല്ലാൻ പോകുന്നില്ല, കൊല്ലാനല്ലല്ലോ ഇവരെ ഇവിടുന്ന് കടത്തി കൊണ്ടുപോകുന്നത്. ഇപ്പൊ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നിന്റെ ബോഡിയിൽ കയറിയിരിക്കുന്ന ആ ഒരു ബുള്ളറ്റ് അത് റിമൂവ് ആക്കണം, അത് ഞാൻ ചെയ്തുതരാന്ന് പറയണം. അങ്ങനെ അതിനുള്ള പണി നോക്കുകയാണ്. എന്തായാലും ബുള്ളറ്റ് എടുക്കുന്ന സമയത്ത് അഞ്ജലിക്ക് നന്നായിട്ട് വേദന. അതുകൊണ്ട് തന്നെ അവളുടെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റീഡ് അവളെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, ഞാൻ ഡിവോഴ്സ്ഡ് ആണ്, സിംഗിൾ മദർ ആണ്, എനിക്കൊരു മോളുണ്ട്, ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഞാൻ അവളുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഈ ഷിപ്പിൽ എനിക്ക് ഡ്യൂട്ടി കിട്ടിയത്, എന്താ ചെയ്യുക, ഓരോ അവസ്ഥകളെ. ഈ സമയത്ത് റീഡ് ചോദിക്കുകയാണ്, ഏഞ്ചലി നിനക്ക് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടോ, എന്തായാലും നമുക്ക് അവരെ രക്ഷപ്പെടുത്തണ്ടേ? ഈ സമയത്ത് ഏഞ്ചലി ഒരു കാര്യം പറയുന്നുണ്ട്, ഒരേ ഒരു വഴിയേ ഉള്ളൂ, മെയിൻ ആയിട്ടുള്ള ആ ഒരു കോക്പിറ്റിലേക്ക് പോവാം, അവിടെയാണ് വാക്കി ടോക്കിയും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളത്. സോ അങ്ങോട്ടേക്ക് പോയിട്ട് എങ്ങനെയെങ്കിലും നേവിയുമായിട്ട് നമ്മളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ക്യാപ്റ്റനും ക്യാപ്റ്റന്റെ ആൾക്കാരും അവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരുടെ ശ്രദ്ധ ഒന്ന് തിരിക്കണം. അതിനായിട്ട് റീഡ് ഒരു വഴിയും കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് ചെറുതായിട്ടൊരു തീപിടുത്തം ഈ കപ്പലിന്റെ ഒരു ഭാഗത്ത് ഇവരുണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ തീ വന്ന സമയത്ത് സെൻസറുകൾ അലാറടിക്കുന്നുണ്ട്. ക്യാപ്റ്റന്റെ ആളുകൾ എന്തായാലും ഇത് കേട്ട് അങ്ങോട്ടേക്ക് വന്ന് നോക്കുമല്ലോ. എന്തായാലും അവർ വരുന്നുണ്ട്. എന്നാൽ ക്യാപ്റ്റൻ ഒരു കാര്യം മനസ്സിലായി, ഇത് വെറൊരു ഡൈവേഷനാണ്, അതായത് മറ്റവർ ചെയ്യുന്ന ആ ഒരു പരിപാടിയെന്ന് ക്യാപ്റ്റൻ മനസ്സിലായി. എന്ന് കരുതി അങ്ങോട്ടേക്ക് പോയി ആ ഒരു തീ അണയ്ക്കാതിരുന്നാൽ പ്രശ്നമല്ലേ. അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. അതുപോലെ തന്നെ വാച്ച് ടവർ പോലെ ഈ കപ്പലിന്റെ പല ഭാഗത്തും കാര്യങ്ങൾ നിരീക്ഷിക്കാനായിട്ട് കുറച്ച് ഹൈറ്റിൽ ഓരോ സ്ഥലങ്ങളുണ്ട്. ആ ഓരോ സ്ഥലത്തേക്കും ക്യാപ്റ്റൻ ഓരോരുത്തരെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ക്യാപ്റ്റൻ തന്നെ കണ്ടെയ്നറിന്റെ മുകളിലേക്ക് വന്നു നിന്ന് ചുറ്റും ഒന്ന് നോക്കുകയാണ്, അവന്മാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ റീഡ് എന്താ ചെയ്യുന്നത്, ക്യാപ്റ്റൻ ഓരോ സ്ഥലത്ത് ഓരോരുത്തരും നിർത്തിയില്ലേ, അങ്ങോട്ടേക്ക് പോയി ഓരോന്നിനെയും തട്ടി വരികയാണ്. അവസാനം കോക്പിറ്റിലേക്ക് വന്നിട്ടുണ്ട്. വന്ന പാട് തന്നെ നമ്മുടെ അഞ്ജലി നോക്കുന്നത് നേവിയെ കോൺടാക്ട് ചെയ്യാനാണ്. അതുപോലെ തന്നെ കോക്പിറ്റിൽ നിന്നും റീഡ് ഒരു ബൈനോക്കുലർ വെച്ച് കപ്പലിന്റെ ബേക്കിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കണ്ടെയ്നർ ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ കയറിയിട്ട് ക്യാപ്റ്റൻ അവനെ നോക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബൈനോക്കുലറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ഇതേ നേരം തന്നെ ഏഞ്ചൽ എന്ത് ചെയ്തു, നേവിയെ വിളിച്ച് കാര്യങ്ങൾ മുഴുവൻ പറയണം. സാറേ, ഇതുപോലെ ആർട്ടിമിസ് എന്ന് പറഞ്ഞൊരു ഷിപ്പിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്, ഇവിടെ ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉണ്ട്, ഇതിൽ മുഴുവൻ മനുഷ്യരാണ്, ഇവിടെ നടക്കുന്ന മനുഷ്യക്കടത്താണ്. തൽക്കാലം എന്നെ ഇവിടെ സഹായിക്കാനായിട്ട് കാൾ റീഡ് എന്ന് പറഞ്ഞ ഒരാൾ കൂടെയുണ്ട്. എന്നാൽ ബാക്കിയുള്ള കാര്യം പറയുന്നതിന് മുന്നേ തന്നെ ക്യാപ്റ്റന്റെ ആൾക്കാർ അങ്ങോട്ടേക്ക് വന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങണം. ഈ ശബ്ദമെല്ലാം നേവി ക്യാപ്റ്റൻ കേൾക്കുന്നുണ്ട്. അതോടുകൂടിയിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നേവി ക്യാപ്റ്റന് കൺഫേം ആയിട്ട് മനസ്സിലായി. ഇതേ നേരം തന്നെ റീഡിനും അതുപോലെ അഞ്ജലിക്കും ആ ഒരു കോക്പിറ്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കണമല്ലോ. എന്നാൽ അതിനു മുന്നേ ഇവരൊരു കാര്യം ചെയ്യുന്നുണ്ട്.
എടുക്കുന്നുണ്ട്. അതായത് 2 വാക്കി ടോക്കി എടുക്കുന്നുണ്ട്, പരസ്പരം കണക്ട് ചെയ്യാണ്. അതിലൊരെണ്ണം ആ ഒരു കോക്പിറ്റിന്റെ ഒരു ഭാഗത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് ഇവർ രണ്ടുപേരും സേഫ് ആയിട്ടുള്ള മറ്റൊരു മുറിയിലേക്ക് പോവാണ്. അവരെ പിടിക്കാനായിട്ട് ക്യാപ്റ്റൻ അങ്ങോട്ടേക്ക് അയാളുടെ ആൾക്കാരെ അയക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ റെയ്ഡ് ഒരു കാര്യം ചെയ്തല്ലോ, അതായത് അവിടെ ഒരു വാക്കി ടോക്കി ഉണ്ട്, മറ്റൊന്ന് ഇവന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ അവിടെ വെച്ച് എന്ത് സംസാരിച്ചാലും ഇവർക്ക് അത് കേൾക്കാൻ കഴിയും. ഇപ്പൊ ക്യാപ്റ്റൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഈ പണികളെല്ലാം ക്യാപ്റ്റനെ കൊണ്ട് ചെയ്യിക്കുന്ന അവന്റെ ബോസിനെ വിളിക്കുകയാണ്. ആ ബോസ് മറ്റാരുമല്ല, ഡാനിയൽ തന്നെയാണ്. അങ്ങനെ ക്യാപ്റ്റൻ ഈ ഡാനിയലിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കണം. അല്ല, ആ ഒരു കബോലയെ തട്ടിയ സമയത്ത് അയാളുടെ ആ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടല്ലോ റീഡ്, അവനെ നിങ്ങൾ തട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല, എന്താണ് പ്രശ്നം എന്ന് ഡാനിയൽ ചോദിച്ചപ്പോൾ എന്റെ പൊന്നു സാറേ, അവൻ ഈ ഷിപ്പിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് അവനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ കൂട്ടത്തിൽ ഒരുപാട് പേരെ അവൻ ഓൾറെഡി തട്ടിക്കഴിഞ്ഞു. അല്ലെ, എന്തായി ബിസിനസ് ഡീല്? അത് പൂർണ്ണമായിട്ടും നടന്നോ? കബോളയുടെ മകനുണ്ടല്ലോ ക്യാമറൂൺ, അവനോട് നിങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം ആര് കേൾക്കുന്നുണ്ട്? റീഡ് കേൾക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഡാനിയൽ ഇപ്പൊ ക്യാപ്റ്റനോട് പറയാണ്, ഒരു കാര്യം ചെയ്യേ, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, ഷിപ്പിലെ കാര്യം അത് നീ നന്നായിട്ട് നോക്കിക്കോളാം. അവൻ ഒരു കാരണവശാലും അവിടുന്ന് ജീവനോടെ പോകാൻ പാടില്ല, തട്ടിക്കോണം. അവൻ എങ്ങാനും അവിടുന്ന് ജീവനോടെ പോയി കഴിഞ്ഞാൽ ഞാനും തീരും, നീയും തീരും. ഇതെല്ലാം നമ്മുടെ റീഡ് വീണ്ടും കേൾക്കുകയാണ്. അതോടെ റീഡിനൊരു കാര്യം മനസ്സിലായി. ആഹാ, അപ്പോൾ എന്റെ ബോസിനെ കൊന്നത് ഇവന്മാരാണ്. വിടില്ലടാ, ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല. ഇതിനുശേഷം കാണിക്കുന്നത് നേവിയുടെ കപ്പലിലാണ്. അതുപോലെ തന്നെ നേവിയുടെ ആ ഒരു ക്യാപ്റ്റന്റെ കാര്യം മനസ്സിലായി, എന്തോ അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, എന്തായാലും അങ്ങോട്ടേക്ക് പോകണം. പക്ഷെ അതിനു മുന്നേ ചില ഡാറ്റാസ് ക്യാപ്റ്റൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡാറ്റ ഇപ്പൊ നോക്കുകയാണ്. അതായത് ആർട്ടിമിസ് എന്ന് പറഞ്ഞ ആ ഒരു കപ്പലിന്റെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, അയാളുടെ ഡാറ്റാസ്. ഏകദേശം ആ ഒരു കമ്പനിയിൽ 10-12 വർഷമായിട്ട് അയാൾ ക്യാപ്റ്റനായിട്ട് തന്നെ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ അയാളുടെ പേരിൽ ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്, സ്മഗ്ലിങ്, അങ്ങനെ ഓരോ കാരണത്തിന്റെ പേരിൽ. എന്നാൽ വ്യക്തമായ സാക്ഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാൾ ഇതുവരെയായിട്ടും പിടിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല അയാളുടെ ക്രൂവിലുള്ള ഓരോ ആൾക്കാരുടെ ഡീറ്റെയിൽ പരിശോധിച്ച സമയത്ത് എല്ലാം നല്ല ഒന്നാന്തരം ക്രിമിനൽസ് ആണ്. അതുപോലെ ഏഞ്ചലി വിളിച്ച സമയത്ത് അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കാൽ റീഡ്, അവന്റെ ഡീറ്റെയിൽ എടുക്കാൻ പറഞ്ഞു. അത് പരിശോധിക്കുന്ന സമയത്താണ് ഇവർക്ക് മറ്റൊരു കാര്യം അറിയാൻ പറ്റിയത്. ഈ റീഡ് ഉണ്ടല്ലോ, സ്വന്തം ബോസിനെ കൊന്നതിന്റെ പേരിൽ പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനലാണ്. മൊത്തത്തിൽ ആ കപ്പല് മുഴുവൻ ക്രിമിനൽസ് ആണ്. എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണം, അവരെ പിടിച്ചു കെട്ടണം. എന്നാൽ ഈ വലിയ ഷിപ്പുമായിട്ട് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ 1/4 മണിക്കൂർ എടുക്കും. അതിനൊന്നും സമയമില്ല ഇവർക്ക്. അതുകൊണ്ട് തന്നെ സ്പീഡ് ബോട്ടിൽ കുറച്ച് നേവിക്കാരെ മാത്രം അങ്ങോട്ടേക്ക് അയക്കാണ്. അതും നല്ല തണ്ടും തടിയുള്ള നേവി സോൾജേഴ്സിന് തന്നെ. ഇതേ നേരം തന്നെ റീഡും ഏഞ്ചലിയും കൂടിയിട്ട് താഴെ പൂട്ടിയിട്ട ആൾക്കാരെ പോയി രക്ഷപ്പെടുത്തണ്ടേ. എന്നാൽ നേരത്തെ പോയ വഴിയിലൂടെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല, അവിടെ ഫുള്ള് ക്യാപ്റ്റന്റെ ആൾക്കാരാണ്, അതും ഗണ്ണും പിടിച്ച്. അതുകൊണ്ട് മറ്റൊരു വഴിയിലൂടെ താഴേക്ക് പോകണം, കണ്ടെയ്നറിൽ നിന്നും എല്ലാവരെയും രക്ഷപ്പെടുത്തണം. എന്നാൽ എങ്ങനെ താഴേക്ക് പോകും എന്ന് ചോദിച്ചപ്പോൾ ഏഞ്ചലി പറയണം, അതിനൊരു വഴിയുണ്ട്, വെന്റിലേഷൻ പൈപ്പ്. അത്യാവശ്യം നീളവും വീതിയുള്ള പൈപ്പാണ്, നിനക്ക് സുഖമായിട്ട് അതിലൂടെ ഇറങ്ങി താഴേക്ക് പോകാൻ പറ്റും, നമുക്ക് ആ വഴി ഉപയോഗിക്കാന്ന് പറയണം. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ചെറിയൊരു കയറെല്ലാം കെട്ടിയിട്ട് റീഡ് അതിന്റെ ഉള്ളിലേക്ക് പതിയെ ഇറങ്ങാണ്. മുകളിൽ ഇപ്പോൾ ഏഞ്ചലിയും നിൽക്കുന്നുണ്ട്. പതിയെ പതിയെ അവനങ്ങനെ താഴേട്ട് പോകുന്ന സമയത്താണ് ക്യാപ്റ്റന്റെ ആളുകൾ ഗണ്ണുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് തന്നെ ഏഞ്ചൽ അവിടെ നോടി രക്ഷപ്പെടുകയാണ്. ഇതേ സമയം തന്നെ ആ പൈപ്പിലൂടെ താഴേക്ക് ഇറങ്ങുന്ന റീഡിനെ അവർ കാണുന്നുണ്ട്. അവർ താഴേക്ക് ഷൂട്ട് ചെയ്തു. ഇതിനിടയിൽ ആ കയറ് പൊട്ടിപ്പോവാണ്. പിടുത്തം വിട്ട റീഡാണെങ്കിൽ വളരെ വേഗത്തിൽ താഴേക്ക് സ്ലിപ്പായി അങ്ങനെ പോവാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ കാലും കൈയും നല്ല വിടർത്തി പിടിച്ച് ടൈറ്റാക്കി വെച്ച് പൈപ്പിന്റെ ഒരു സ്ഥലത്ത് വെച്ച് അവൻ നിന്നു. പിന്നീട് പതിയെ പതിയെ താങ്ങി 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 അവൻ താഴോട്ട് ഇറങ്ങണം. ഇതേ നേരം തന്നെ ഏഞ്ചൽ അവിടെ നോടി രക്ഷപ്പെട്ടല്ലോ. അവളെ അവിടെ ഒളിച്ചിരുന്ന അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ഉണ്ടല്ലോ, അവൻ അടിച്ച് വീഴ്ത്താണ്. ഓൾറെഡി നേരത്തെ അവനിട്ടൊന്ന് അഞ്ജലി പൊട്ടിച്ചല്ലോ, അതിന്റെ ദേഷ്യം അവനുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവ തിരിച്ചു കൊടുത്തു. ഇതേ സമയം തന്നെ നമ്മുടെ റീഡാണെങ്കിൽ ആ വെന്റിലേഷൻ പൈപ്പ് വഴി പതിയെ പതിയെ പിടിച്ച് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ ശബ്ദം അവിടെ ഉണ്ടായിരുന്ന ക്യാപ്റ്റന്റെ ആൾക്കാർ കേട്ടു. അത് ക്യാപ്റ്റനോട് അവർ പറയാണ്. ഇപ്പൊ ആ ഒരു പൈപ്പ് ഏത് റൂമിലേക്കാണോ പോകുന്നത് അങ്ങോട്ടേക്ക് ഒരു ഗണ്ണുമായിട്ട് ക്യാപ്റ്റനും മറ്റൊരാളും കൂടെ പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ അപ്പോഴേക്കും അതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ റീഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ക്യാപ്റ്റനും ക്യാപ്റ്റന്റെ ഒരാളും കൂടെ അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എന്തായാലും വെളിച്ചം വേണ്ട, വെളിച്ചം അങ്ങോട്ട് കെടുത്തിയേക്കാന്ന് പറഞ്ഞിട്ട് റീഡ് എന്താക്കി, അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക്കൽ ബോക്സ് ഉണ്ടായിരുന്നു, അത് വെടിവെച്ച് പൊട്ടിക്കുകയാണ്. ഇപ്പൊ ഫുള്ള് ഇരുട്ടായി, ക്യാപ്റ്റനെ ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്തായാലും ഈ ഇരുട്ടിലൂടെ മുന്നോട്ടേക്ക് പോയാൽ പണി കിട്ടുന്ന മനസ്സിലാക്കിയ ക്യാപ്റ്റൻ എന്താക്കി, ഒരു കാര്യം ചെയ്യാം, അവനിപ്പോ നമുക്ക് പിടിക്കണ്ട, അവനോട് ഇടി കൂടാനും നിൽക്കണ്ട. അതിലും നല്ലത് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ റൂമിന്റെ ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്താൽ പോരെ. അതുപോലെ തന്നെ ക്യാപ്റ്റൻ ചെയ്യാണ്. റീഡാണെങ്കിലോ ആ റൂമിൻ്റെ ഉള്ളിൽ ലോക്കായി പോയി. ഇനി എന്തായാലും വാതിൽ തുറന്ന് അവന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. എന്നാൽ ആശാന്റെ കയ്യിൽ വേറെ വഴിയുണ്ട്. എങ്ങനെയാണോ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത് ആ പൈപ്പിലൂടെ തന്നെ പിടിച്ച് അവൻ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ റീഡിനൊരു ബാക്ക് ഹിസ്റ്ററി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആ ഹിസ്റ്ററി നേവിയുടെ ക്യാപ്റ്റൻ ഇപ്പൊ തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കണ്ട് ഇവരൊക്കെ ആകെ ഞെട്ടിപ്പോവാണ്. നേവിയുടെ ക്യാപ്റ്റനോട് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ പറയണ, സാറേ നമ്മൾ വിചാരിച്ച ആളല്ല ഈ റീഡ്. അവനും പോലീസാണ്, അവന്റെ അച്ഛനും പോലീസാണ്, അവന്റെ അപ്പൂപ്പനും പോലീസാണ്, എല്ലാവരും
3 പേരും നല്ല എണ്ണം പറഞ്ഞ പോലീസുകാരായിരുന്നു. അതുപോലെ തന്നെ ഈ റെയ്ഡ് ഒരു സാധാരണക്കാരനല്ല, ഒരുപാടായിട്ടുള്ള സീക്രട്ട് മിഷനും അതുപോലെ തന്നെ മറൈൻ ഫോഴ്സിലും എല്ലാം വർക്ക് ചെയ്ത ആളാണ്. അവന്റെ ധൈര്യത്തിന്റെ പേരിൽ ഒരുപാട് അവാർഡുകൾ വരെ അവന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു വലിയ അറ്റാക്ക് ഉണ്ടായി. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് മുകളിൽ നിന്നും പല വാണിങ്ങും അവന് കിട്ടിയതാണ്. എന്നാൽ അധികാരികളുടെ വാണിങ് വകവെക്കാതെ അവൻ അങ്ങോട്ട് കയറി ചെന്നു. അവനൊരു അപകടം പറ്റിയ ഈ റീഡിനെ രക്ഷപ്പെടുത്താനായിട്ട് രണ്ടും കൽപ്പിച്ച് അവന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് പോയി. അവരുടെ വെടിയേറ്റ് അവന്റെ അച്ഛൻ മരിച്ചു. പക്ഷെ റീഡ് ജീവനോടെ രക്ഷപ്പെട്ടു. എന്തായാലും അധികാരികൾ പറയുന്നത് കേൾക്കാതെ എടുത്ത് ചാടിയത് കൊണ്ട് തന്നെ റീഡിന്റെ ജോലി പോയി കേട്ടോ. ആ ജോലി പോയതിനു ശേഷമാണ് ബില്യണർ ആയിട്ടുള്ള കൊബാലോ അയാളുടെ കീഴിൽ സെക്യൂരിറ്റി ഗാർഡായിട്ട് അവൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ റീഡിന് ഒരു പ്രത്യേകതയുണ്ട്, വിശ്വസ്തത. ഒരാൾക്ക് വേണ്ടി ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി അവൻ ചെയ്യുക തന്നെ ചെയ്യും. അവന്റെ ജീവൻ കളഞ്ഞായാലും ശരി, അവൻ ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് അവരെ രക്ഷപ്പെടുത്തും. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഈ കൊബാളയെ അവൻ തന്നെയാണോ കൊന്നത് അല്ലെങ്കിൽ മറ്റാരെങ്കിലാണോ കൊന്നത് എന്നൊന്നും ഇവർക്ക് വ്യക്തമായിട്ട് ഇപ്പൊ മനസ്സിലാവുന്നില്ല. ഇതേ നേരം തന്നെ ആ പൈപ്പിലൂടെ റെയ്ഡ് പതിയെ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. എന്നാൽ മുകളിലെത്തിയപ്പോഴാണ് അവൻ മറ്റൊരു കാര്യം കാണുന്നത്. അതായത് പൈപ്പിന്റെ മുകൾ ഭാഗം മുഴുവനും ഒരു ഗ്രില്ല് വെച്ച് മൂടിയിരിക്കുകയാണ്. എന്നാൽ അപ്പോഴും തോക്കാനായിട്ട് നമ്മുടെ റെയ്ഡ് തയ്യാറായിരുന്നില്ല. അവന്റെ ബോസ് കൊടുത്ത ആ ഒരു വാച്ച് ഉണ്ടല്ലോ, അതിന്റെ പിന്നിലെ ആ ഒരു മൂടി ഊരിയെടുത്തിട്ട് ആ ഗ്രില്ലിലൂടെ കൈ പുറത്തേക്കിട്ട് അതിന്റെ ഓരോ സ്ക്രൂ ആയിട്ട് അവൻ പതിയെ ഊരിയെടുക്കാൻ തുടങ്ങുകയാണ്. ഇതേ സമയം തന്നെ പണി പാളുമെന്ന് മനസ്സിലായ ക്യാപ്റ്റൻ എന്താ ചെയ്തതെന്നറിയോ? മറ്റൊരു ടീമിനെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കുകയാണ്. അപ്പൊ അവര് വന്ന ബോട്ടില് ഇപ്പൊ കടത്തിക്കൊണ്ടുവന്ന ഈ മനുഷ്യരുണ്ടല്ലോ, ഇവരെ അതിൽ കയറ്റിയിട്ട് എങ്ങനെയെങ്കിലും ഈ കപ്പലൊന്ന് കാലിയാക്കാം. അഥവാ ഇനി നേവിക്കാർ വന്നു കഴിഞ്ഞാലും ഇയാൾക്ക് രക്ഷപ്പെടണമല്ലോ. അതുകൊണ്ട് തന്നെ മറ്റൊരു ടീമിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ക്യാപ്റ്റനൊരു കാര്യം മനസ്സിലായി, ഈ ആളുകളെ ഇവിടെ നിന്നും ഇപ്പൊ വന്ന ആ ഒരു ബോട്ടിലേക്ക് മാറ്റണമെങ്കിൽ റീഡിനെ എങ്ങനെയെങ്കിലും ഒതുക്കിയേ മതിയാവുള്ളൂ, അതായത് തട്ടിക്കളയണം. അപ്പൊ ആദ്യം ആ പരിപാടി നോക്കാന്ന് ഈ വന്ന ആളുകളോട് ക്യാപ്റ്റൻ പറയാണ്. ഈ സമയത്ത് റീഡാണെങ്കിൽ ആ മൂടിയെല്ലാം തുറന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. സ്ഥിരം പരിപാടി തന്നെ, ഓരോന്നിനായിട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ഏഞ്ചലിയെ അസിസ്റ്റന്റ് ക്യാപ്റ്റൻ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവനിട്ട് നല്ലോണം തിരിച്ചു കൊടുത്ത് അവനെയും തട്ടിക്കളഞ്ഞ് അവൾ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ഇതേ സമയം തന്നെ റീഡിനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ വന്ന പുതിയ ആൾക്കാരുണ്ടല്ലോ, അവന്മാര് നേരെ റീഡിന്റെ മുന്നിൽ ചെന്ന് ചാടി കൊടുക്കണം. പിന്നെ എന്തുണ്ടാവും എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓരോന്നിനും കിട്ടുകയാണ് നല്ല എമ്പട്ടൻ അടി. അതുപോലെ തന്നെ കയ്യിൽ കിട്ടിയ സാധനം വെച്ച് ഓരോന്നിനും തീർക്കുകയാണ്. ഇപ്പൊ വന്ന പുതിയ ഗ്രൂപ്പിലെ ലീഡർ ഉണ്ടല്ലോ, അയാളുടെ തല തന്നെ ഒരു കോടാലി വെച്ച് വെട്ടി കയറുന്നുണ്ട്. അവസാനം ക്യാപ്റ്റൻ തന്നെ റീഡിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ ക്യാപ്റ്റനോട് ഫൈറ്റ് ചെയ്ത് പെട്ടെന്ന് അയാളെ കൊല്ലുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. റീഡിനെ പോലെ തന്നെ അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ആൾ തന്നെയാണ് ഈ ക്യാപ്റ്റൻ. എന്തായാലും ഇവർ രണ്ടുപേരും കുറച്ച് അടിപൊളിയായിട്ട് തന്നെ അവിടുന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഫൈറ്റിനൊടുവിൽ ആസ് യൂഷ്വൽ നമ്മുടെ റീഡ് ക്യാപ്റ്റനെ തോപ്പിക്കുകയാണ്. മാത്രമല്ല ഈ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ക്രോസ് ബ്രോ ഉണ്ടല്ലോ, അത് വെച്ച് ക്യാപ്റ്റനെ നെറ്റിക്ക് തന്നെ വെച്ച് അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. കാരണം റീഡിന്റെ ബോസ് ഉണ്ടല്ലോ കൊബാലോ, അയാളെ കൊന്നതിനുള്ള ആ ഒരു പക നല്ലോണം ഉണ്ട് കേട്ടോ, അതങ്ങോട്ട് തീർക്കുകയാണ്. എന്തായാലും ഇപ്പൊ ഈ കപ്പലിൽ ക്യാപ്റ്റന്റെ ആളുകളും ക്യാപ്റ്റനും ആരും ജീവനോടെയില്ല. ഇതേ സമയത്താണ് നേവിയുടെ ടീം അങ്ങോട്ടേക്ക് വരുന്നത്. ഇവർ വന്ന പാടിനെ റീഡിനെ അറസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്ന ഏഞ്ചൽ പറയാണ് എന്തിനാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ നേവിക്കാർ ചോദിക്കുകയാണ്, റീഡ് എന്ന പേരുള്ള ആ ഒരു എക്സ് പോലീസ് ഓഫീസർ അത് ഇവനല്ലേ? ഈ സമയത്ത് ഏഞ്ചൽ പറയുന്നത് ഏയ് ഇത് അയാളൊന്നുമല്ല, ഫൈറ്റിനിടയിൽ റീഡ് മരിച്ചുപോയി, ഇത് എന്നെ സഹായിക്കാൻ വേണ്ടി വന്ന എൻ്റെ ഒരാളാണ്. റീഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും റീഡിനെതിരെ ഒരു കൊലപാതക കുറ്റം ഉണ്ടല്ലോ, ചിലപ്പോൾ നേവിക്കാർ അവനെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്യാതിരിക്കാനാണ് ഏഞ്ചൽ ഇങ്ങനെ പറഞ്ഞത്. എന്തായാലും വന്ന ഈ നേവിക്കാർ അതിനുള്ളിലുണ്ടായിരുന്ന മനുഷ്യരെല്ലാവരെയും രക്ഷപ്പെടുത്തണം. മാത്രമല്ല ഈ ക്യാപ്റ്റന്റെ രണ്ടാമത്തെ ടീം വന്നില്ലേ ഒരു ബോട്ടിൽ, ആ ബോട്ട് എടുത്ത് റീഡും അതുപോലെ തന്നെ ഏഞ്ചലും നേരെ കരയിലേക്ക് വിടുകയാണ്. ഏഞ്ചൽ ചോദിക്കുകയാണ് അപ്പൊ എങ്ങനെ പണിയൊക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ പരിപാടിയും ചോദിക്കുമ്പോൾ റീഡ് പറയാണ് പണി കഴിഞ്ഞിട്ടില്ല, കൂലിപ്പടയാളികളെ മാത്രമേ ഞാൻ കൊന്നിട്ടുള്ളൂ. ഇവർക്കെല്ലാം ഈ വർക്ക് കൊടുത്ത് ഒരുത്തനുണ്ടല്ലോ ഇവന്മാരുടെ ബോസ്, അവനെയും കൂടി തീർത്താലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. ഏഞ്ചല നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, മോളെ കാണാൻ പോകാൻ നിൽക്കായിരുന്നില്ലേ, എന്തായാലും മോളുടെ അടുത്തേക്ക് പോയിക്കോ, ഞാൻ എൻ്റെ പണി തീർക്കട്ടെ. ഇതിനുശേഷം നേവിക്കാർ കാണിക്കുകയാണ് അവരെന്തായാലും അവിടെയുള്ള മനുഷ്യരെയൊക്കെ കണ്ടുപിടിച്ചല്ലോ. സോ അവരപ്പം തന്നെ നേവി ക്യാപ്റ്റനെ വിളിക്കുന്നുണ്ട്. വിളിച്ചപാടിന് ക്യാപ്റ്റനോട് പറയുന്നത് സാറേ ഇവിടെ ഏകദേശം ഒരു 10-25 പേര് മരിച്ചു കിടക്കുന്നുണ്ട്. ഇത് കേട്ട് നേവി ക്യാപ്റ്റൻ ആകെ ഞെട്ടിപ്പോണ്. 25 പേരോ? ആരാണ് അവരെ കൊന്നത്? അറിയില്ല സാറേ. അതുപോലെ തന്നെ സാറ് പറഞ്ഞ ആ ഒരു എക്സ് പോലീസ് ഓഫീസർ ഉണ്ടല്ലോ റീഡ്, അവൻ ഇവിടെ എവിടെയും കാണാനില്ല. മാത്രമല്ല ആ ഒരു അഞ്ജലി പറഞ്ഞത് അവനെ അവർ വെടിവെച്ച് കൊന്നു എന്നാണ്. പക്ഷെ അവന്റെ ഡെഡ് ബോഡിയും ഇവിടെ കാണാനില്ല. അപ്പൊ നമ്മൾ വിളിച്ച ആ ഒരു ഏഞ്ചൽ അവളെവിടെയാന്ന് ചോദിച്ചപ്പോൾ ആ ഏഞ്ചലും അവളുടെ കൂടെ മറ്റൊരാളും കൂടെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്, അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. എന്തായാലും അവിടെയുള്ള ആളുകളെ വേഗം തന്നെ രക്ഷപ്പെടുത്താൻ പറയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് കൊബാലയുടെ ആ ഒരു ഫ്യൂണറൽ ചടങ്ങ് അത് അറ്റൻഡ് ചെയ്യുന്ന നമ്മുടെ ക്യാമറൂണിനെയാണ്. ആള് നല്ല വിഷമത്തിലാണ്. അതുപോലെ തന്നെ അവൻ എന്തോ ഒരു പേടിയുണ്ട് കേട്ടോ. എന്തായാലും ചടങ്ങെല്ലാം കഴിഞ്ഞ് നേരെ കാറിലേക്ക് വന്ന് കയറിയപ്പോൾ അവിടെ അവനെ കൂടാതെ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. ആരായിരിക്കും? നമ്മുടെ റീഡ് തന്നെ. റീഡിനെ കണ്ടപ്പോൾ അവനൊന്ന് പേടിക്കുന്നുണ്ട്. അപ്പൊ തന്നെ റീഡ് പറയുന്നുണ്ട് പേടിക്കണ്ട, സത്യം പറ, ഇനിയെങ്കിലും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നീ പറ, നിനക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ ചെറിയ പേടിയോട് കൂടിയിട്ട് ക്യാമറൂൺ പറയാണ് അത്
അത് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അച്ഛൻ്റെ കൂടെ തന്നെ കമ്പനിയിൽ ഞാനും നന്നായിട്ട് വർക്ക് ചെയ്യായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ സമ്പാദിക്കണം എന്നുള്ള ആ ഒരു ദുരാഗ്രഹത്താൽ ഈ ഡാനിയലുമായിട്ട് ഞാനൊരു ടൈപ്പിലേക്ക് വന്നു. അവർക്ക് ഇഷ്ടമുള്ള എന്തോ ഒരു സാധനം അവരിവിടെ നിന്നും പുറം രാജ്യത്തേക്ക് കടത്തുന്നുണ്ടായിരുന്നു. അതിനുള്ള പെർമിഷൻ ഞാൻ കൊടുത്തു. നല്ല കാശും അവരെനിക്ക് തന്നു. പക്ഷെ പിന്നീടാണ് ഇത് വലിയൊരു പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായത്. അനധികൃതമായിട്ട് ഇല്ലീഗലായിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതും എൻ്റെ അച്ഛൻ്റെ ആ ഒരു കമ്പനിയുടെ കാർഗോ ഷിപ്പിംഗ് ഉപയോഗിച്ച്. അത് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞാൻ അയാളോട് സംസാരിച്ചു. ഇതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ അതിനുശേഷം ഡാനിയൽ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. പിന്നീട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടായിരുന്നു ഓരോ ഷിപ്മെന്റും അവർ ചെയ്തിരുന്നത്. എനിക്ക് ഇതിനോടാണെങ്കിൽ യാതൊരു താല്പര്യമില്ല. എനിക്ക് അവരെ എതിർത്ത് നിൽക്കാനും കഴിയില്ല. അച്ഛനോട് ഈ കാര്യം പറയാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു കളി കളിച്ചത്. എനിക്ക് ഈ കമ്പനിയോട് യാതൊരു താല്പര്യമില്ല എന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛനെ കൊണ്ട് തന്നെ ഈ കമ്പനി വിൽക്കാൻ ഞാൻ ശ്രമിച്ചു. കമ്പനി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ ഈ തലവേദനയൊന്നും എൻ്റെ തലയിൽ വരില്ലല്ലോ. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല എന്ന് ക്യാമറോൺ പറയണം. ഈ സമയത്ത് റീഡ് പറയുന്നുണ്ട്, നിനക്ക് എപ്പോഴെങ്കിലും ഒരു വട്ടെങ്കിലും എന്നോട് ഈ കാര്യം ഒന്ന് പറയാൻ നിനക്ക് തോന്നിയായിരുന്നെങ്കിൽ, ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. എല്ലാത്തിനെയും ഞാൻ അടിച്ചു ഒതുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നിന്റെ അച്ഛൻ മരിച്ചിരിക്കുകയാണ്. അതിന് കാരണക്കാരൻ നീ തന്നെയാണ്. എന്തായാലും നിനക്ക് ഞാൻ പണിഷ്മെന്റ് ഒന്നും തരുന്നില്ല. നിന്റെ അച്ഛൻ്റെ മരണത്തിന് കാരണം അത് നീയാണെന്നുള്ള ആ ഒരു ഗിൽറ്റ്, ആ ഗിൽറ്റിൽ തന്നെ നീ ജീവിക്കുക. ഇതാണ് നിനക്കുള്ള പണിഷ്മെന്റ്. പക്ഷേ വേറൊരുത്തനുണ്ട്, അവനുള്ള പണി ഞാൻ കൊടുക്കുന്നു പറയണം. മറ്റാരുമല്ല, ഈ പരിപാടിയെല്ലാം ചെയ്യുന്ന ആ ഡാനിയൽ ഉണ്ടല്ലോ, അവൻ തന്നെ. ഇപ്പൊ ഡാനിയലും അവന്റെ കുറച്ച് ആൾക്കാരും കൂടെ ഒരു ഹൈവേയിലൂടെ രാത്രിയിൽ വളരെ വേഗത്തിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു കാർ ആ സമയത്ത് വന്ന് ഇവർ ഇടിച്ച് തെറിപ്പിക്കുന്നത്. ഈ സീനാണ് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത്. അതായത് റീഡ് തന്നെയാണ് അവരുടെ കാർ ഇടിച്ച് തെറിപ്പിച്ചത്. എന്നാൽ ആ അപകടത്തിൽ തെറിച്ചുപോയ ഡാനിയലിന് ചെറിയ പരിക്കുകൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അവൻ മരിച്ചിട്ടില്ല. ഒരു ഗണ്ണെടുത്ത് നേരെ ഡാനിയലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഡാനിയൽ ഇപ്പോൾ റീഡിനെ കണ്ടപാടിനെ പേടിച്ച് വിറക്കാൻ തുടങ്ങി. അവന്റെ തലയിൽ ഗണ്ണ് വെച്ച് ഇപ്പോൾ റീഡ് ചോദിക്കുകയാണ്, എന്തിനാടാ ആ പാവം മനുഷ്യനെ കൊന്നത്? ഈ സമയത്ത് ഡാനിയൽ പറയാണ്, അയാളെ കൊല്ലുകയല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു വഴിയില്ലായിരുന്നു. കാരണം ഈ ഒരു ബിസിനസ് ഇത് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അവരുടെ ആ ഒരു കണ്ടെയ്നർ ഷിപ്പുകൾ അല്ലെങ്കിൽ ആ ഒരു കാർഗോ കമ്പനി അത് നമ്മുടെ കീഴിലായിരിക്കണം. എന്നെ കൊണ്ട് അത് നിയന്ത്രിക്കാൻ പറ്റണം. പക്ഷേ അവർ ഈ കമ്പനി വിൽക്കാൻ നോക്കിയാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? എൻ്റെ ബിസിനസ് ഒന്നും നടക്കില്ല. എന്തായാലും അവൻ്റെ അച്ഛനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ കൺട്രോൾ ഞങ്ങളുടെ കയ്യിലായിരിക്കും. അയാളുടെ മകനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവനെ എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ വരില്ല എന്നൊക്കെ ഒരു വിശ്വാസമായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ എൻ്റെ വിശ്വാസം തെറ്റി. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയാണ്, റീഡെ, നിനക്ക് എന്താണ് വേണ്ടത്? എത്ര രൂപയാണ് നിന്റെ വില? ആ വില നിനക്ക് ഞാൻ തരുന്നു പറയണം. എന്നാൽ ഈ സമയത്ത് റീഡ് പറയണം, എടാ, വിശ്വസ്തത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയോ? അറിയാൻ വഴിയില്ല. വെറും പണത്തിന് വേണ്ടി മാത്രമല്ലടാ ഞാൻ ജോലി ചെയ്യുന്നത്. ഒരാളുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ആ മനുഷ്യനോട് ഞാനൊരു കൂറ് കാണിക്കും. നിനക്കൊന്നും ഇല്ലാത്തൊരു ഗുണമാണത്. അതുകൊണ്ട് തന്നെ രക്തത്തിന് പകരം രക്തം മതിയടാ. ഇതും പറഞ്ഞ് അവൻ്റെ തല വെട്ടിവെച്ച് പൊളിച്ച് റീഡ് അവിടെ നിന്ന് പോവുകയാണ്. സോ റീഡിൻ്റെ ആ ഒരു നടത്തം കാണിച്ചുകൊണ്ടാണ് സിനിമ എടുത്തിരുന്നത്. എങ്ങനെയുണ്ട്? ഒരു പക്ക ആക്ഷൻ പടം. കണ്ടിരിക്കാൻ നല്ല രസമാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.